ഞാനിതെവിടെയാ? ഇതെന്തൊരു ഇരുട്ട്! എനിക്ക് പേടിയാവുന്നു. വേറെ ആള് മച്ചാനെ ആരാണ് നീ? മൊത്തം ഡാർക്ക് സീനാണ്. നീ നമ്മളെ കബൂറാക്കില്ലേ? എനിക്ക് പേടിയാവുന്നു. നീ ഇങ്ങനെ മോങ്ങാതാ, നല്ല പ്രാങ്ക് പോലെ ആയിരിക്കല്ലേ? ഇതെവിടെ നീ വിളിച്ചു? ഞാൻ മരണം 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 ഒന്നും മനസ്സിലാകുന്നില്ല അല്ലേ? ഇപ്പോൾ ഇവിടെ മറ്റൊരാൾ കൂടെ എത്തും. അങ്ങനെ മാറി നിൽക്ക. വെള്ളം കുടിക്കില്ല. നാരായണ നാരായണ പരിഷ്കാരം അങ്ങോട്ട് കൂടിയിട്ട് ഇവറ്റകൾ വീട്ടിനുള്ളിൽ പോലെ കയറാൻ. കണ്ടോ കണ്ടോ, ജാതി മതം വർഗം, പക്ഷേ ഇവിടെ എല്ലാവരും എനിക്കൊന്ന്, മരണത്തിൽ മാത്രം. നീ ഇങ്ങനെ പേടിക്കാതറാ എന്റെ പോലെ മച്ചാനെ. ആളെ നിങ്ങളെ ഞാനൊരു ഫേസ്ബുക്കിലാ, ഇൻസ്റ്റയിലാ, ഒരു യൂട്യൂബില് ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല. നീ എന്നെ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ നിനക്ക് നിന്നെ കാണണ്ടേ? ആ ഹെൽമെറ്റ് എടുത്തോണ്ട് പോടാ. സോറി മമ്മി, ഇത് മുടി അങ്ങ് ശോകം. എന്നിട്ട് നേരെ ഇങ്ങോട്ട് എന്റെ അടുത്ത്. അപ്പൊ മരിച്ചതാണോ? ഇനി നിനക്ക് നിന്നെ കാണണ്ടേ? മോനെ, മോനെ, നിനക്ക് എന്ത് സംഭവിച്ചെങ്കിലും ഈ അമ്മയോട് നിനക്ക് പറയുന്നില്ലടാ. നമ്മൾ മോനെ ഒന്ന് വിളിക്ക്, അവനെ ഒന്ന് എണ്ണിക്കാൻ പറ. ഞാൻ എന്ത് പറഞ്ഞ് അവനെ വിളിക്കാനാ? കരഞ്ഞു പറഞ്ഞതല്ലവൻ ഇനി അങ്ങോട്ട് പോവില്ല എന്ന്. അപമാനിച്ചവരുടെയും കളിയാക്കിയുടെ മുന്നിൽ ജയിച്ചു കാണിക്കണം എന്ന് പറഞ്ഞയച്ചു മനസ്സിലായില്ലേ ഞാൻ? ഇല്ലച്ചാ, ഞാനിത് വേണ്ട. ഇല്ലച്ചാ, പൊന്നു മോനെ, അച്ഛൻ അറിഞ്ഞില്ലടാ. അതേപോലെ തന്നെ വീട്ടിലേക്ക് തള്ളിയിടുമല്ലോ. പക്ഷെ സ്വന്തം മോനെ പോലെ കരുതിയിരുന്ന അധ്യാപകനും എനിക്കുണ്ടായിരുന്നു. മരണമേ, എനിക്ക് തിരിച്ചു പോകണം. ശരിയാ, ഞാൻ ചെയ്തത് തെറ്റാ. പക്ഷേ ജാതിയുടെയും നിറത്തിന്റെയും പേരിലുള്ള അങ്ങേറ്റ അപമാനം ഞാൻ സഹിച്ചു. ആത്മാഭിമാനം പടവെച്ച് ഇവരെല്ലാവരും ഞാൻ ജീവിച്ചു കാണിച്ചു. വീണ്ടും എന്നെ ചവിട്ടി താഴ്ത്തിയാൽ അതിനേക്കാൾ നല്ലത് മരണമാണ് എന്ന് ഞാൻ ചിന്തിച്ചു പോയി. നിങ്ങളെ ആരെയും ഞാൻ ഓർത്തില്ല. ഓർക്കണം, എല്ലാവരും ഓർക്കണം. ഇവരെ പോലെ എന്തിനു പ്രകൃതി മരണമാണ് ചിന്തിക്കുന്ന സകല ആളുകളും ഓർക്കണം. വന്നാൽ തിരിച്ചു പോകാൻ കഴിയാത്ത ഒരൊറ്റയിടം മരണം മാത്രമാണ്. ജാതി മത വർണ്ണ വിവേചനങ്ങളില്ലാത്ത ഒരേ ഒരു യാത്ര മരണം. നന്ദി.